ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. കറിവേപ്പില കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് മസാലകൾ പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ മല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മല്ലി പൊടിയായാലും മതിയാവും. അത് വന്നിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കണം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ജീരകം, ചെറിയ ജീരകമാണ്. നമ്മൾ തോരനൊക്കെ വെക്കാൻ വേണ്ടി ചേർക്കില്ലേ, ആ ചെറിയ ജീരകമാണ്. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി. ഒരു 5 വറ്റൽമുളക് കൂടി. വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ ചേർക്കണം. കൂടെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. കറിവേപ്പില വന്നിട്ട് നമ്മൾ നല്ലതുപോലെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്കത് മാറ്റി വെക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരല്പം പുളി കൂടി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വറുത്തിട്ടെടുക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കിനി മല്ലി, ജീരകം, വറ്റൽമുളക് ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഈ മല്ലിയുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നമ്മളിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിതിൽ മുഴുവൻ മല്ലിയല്ല, സാധാരണ പൊടിച്ച മല്ലിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ആ ഒരു പച്ച മണം മാറിയിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ മല്ലിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ആ പച്ച മണം മാറിയിട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ വരും. 1 മിനിറ്റ് നമ്മളിത് നല്ലതുപോലെ ഒന്ന് വറുത്തിട്ട് കൊടുത്താൽ മതിയാവും. ലൈറ്റായിട്ട് കളറൊക്കെ മാറിയിട്ട് ഇതിപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതെടുക്കാം. അതേ പാനിൽ തന്നെ കറിവേപ്പില കൂടി വറുത്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പില വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. വളരെ കുറച്ചാണ് നമ്മൾ ഈ കറി വെക്കുന്നത്. അതിൻ്റെ പേരിലാണ് 1 പിടി കറിവേപ്പില എടുത്തിട്ടുള്ളത്. നമ്മുടെ കറിവേപ്പിലയുടെ ആ ഒരു പച്ച കളറൊക്കെ ഒരുപാട് പോകുന്നത് വരെ നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. ഈ ചെറുതായിട്ടൊരു ചിലിച്ചിലാന്നൊരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റാം. നമ്മുടെ കറിവേപ്പിലയും ഇപ്പം നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റാം. ഞാനിതിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം അരയ്ക്കേണ്ടത്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. എന്നാൽ ശരി, ഞാനിത് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് വരാം. വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനി നല്ലതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കാനായിട്ട്. ഞാനിതിപ്പോൾ നല്ലതുപോലെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. നമ്മുടെ മസാലയുടെയൊക്കെ നല്ലൊരു മണം ഇപ്പം തന്നെ വരണുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. പാനിലേക്ക് നമുക്കിനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു 20ഓളം ചെറിയ ഉള്ളി ഞാൻ തൊലി കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. സെയിം അളവിൽ ഒരു 20ഓളം വെളുത്തുള്ളി അല്ലി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ ചേർത്താൽ മതിയാവും.
ഇതിനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇത് വഴറ്റി കൊടുക്കുന്ന ടൈമിൽ തന്നെ നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി എല്ലാം ഇനി നല്ലതുപോലെ ഒന്ന് വെന്തിട്ട് വരണം. അതുവരെ നമ്മളിനി ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഇത് വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു കറിവേപ്പില കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സാധാരണ ഫുഡിൽ കറിവേപ്പിലേക്ക് ഇടുമ്പോഴത്തേക്കും അത് കുട്ടികളായാലും വലിയവരായാലും അത് കറിവേപ്പില എടുത്ത് മാറ്റി വെച്ചിട്ടേ കഴിക്കാറുള്ളൂ. പക്ഷേ കറിവേപ്പില നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഹെയറിനും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ നമ്മളാരും കറിവേപ്പില അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. പിന്നെ നമ്മുടെ ചമ്മീസ് കിച്ചൻ ചാനലിൽ എപ്പോഴും നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് ചമ്മീസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ പിന്നീട് നമ്മൾ വീണ്ടും കാണത്തുള്ളൂ. നമ്മുടെ തക്കാളിയെല്ലാം ഇപ്പം നല്ലതുപോലെ വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന കറിവേപ്പില പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ പുളി, അപ്പോൾ അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിയും എരിവും ഒക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിവേപ്പില കറിയാണിത്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ചിട്ട് വന്നാൽ പിന്നെ ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അത്രയും സമയം കൊണ്ടിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലെല്ലാം ഇങ്ങനെ മുകളിലേക്ക് വരും. അപ്പോഴാണ് നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത എണ്ണയെല്ലാം ഇപ്പം നല്ലതുപോലെ തെളിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഗ്രേവി എല്ലാം കുറച്ചുകൂടി വറ്റിയിട്ട് നല്ലതുപോലെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ട് നമുക്കിത് വെക്കാം. ഇത് വന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ഇത് ഇച്ചിരി തിക്കായതിൻ്റെ പേരിൽ ഒരല്പം കറി മാത്രം ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചിട്ട് കഴിച്ചാൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ചമ്മീസ് കിച്ചൻ.